അധികാരം മനസ്സിലാക്കി ഇതില് ആ രീതിയിൽ വന്നില്ല എങ്കിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് എങ്ങനെ സംഘത്തിന് 4-10 പേരെ തരുമെന്ന് പ്രധാന പഞ്ചായത്തിനോ അല്ലെങ്കിൽ അങ്ങനെയില്ല, അങ്ങനെ വല്ലത്തിനും വരില്ല. തുല്യ അവകാശത്തിൽ നിന്നില്ലെങ്കിൽ ഇവര് ഇത് ചതിച്ചുകളയും. അത് ഇവര് തെരഞ്ഞെടുത്തോളണം 4 പേരെ. അതെ, അത് വരും. അവര് ആ തെരഞ്ഞെടുപ്പിന് അഭിപ്രായ വ്യത്യാസം വന്നൂടാ. എണ്ണം കൂടുമ്പോ അങ്ങനെ 20. അത് ഗുരു പറഞ്ഞ വാക്കിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല. ഗുരു ഒരു തീർപ്പ് കേൾപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? എക്കാലത്തും ആനുപാതികമായി കൂടി വന്നോട്ടെ. എത്രയെ കൂടട്ടെ? വരട്ടെ. വരില്ല, നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു മന്ത്രി മാറിയെന്ന് വെച്ചാൽ അവിടെ അത് വരില്ല. 20 200 ആയിക്കോട്ടെ. അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. അങ്ങനെ വെച്ചെങ്കിൽ ഇത് പോകും, ഗ്രൂപ്പാകും. പ്രാപ്തിയാകും, അല്ലാത്തവര് വേണ്ട. ഒറ്റ മനസ്സല്ലെങ്കിൽ അവര് ചെയ്യണ്ട. ഗൃഹശാസ്ത്ര ശിഷ്യന്മാരെ അറിയിക്കും, അവരെ മാറ്റും. അത് തെറ്റ് ചെയ്താൽ മാറ്റുക, ഇത്ര മാത്രം. അതെ, ഈ സംഘം മാറ്റും. ഗൃഹശാസ്ത്രങ്ങളും ഈ സന്യാസ സംഘമായിട്ട് മാറ്റും. ഇല്ല, അവര് പിന്തിരിഞ്ഞല്ല. സന്യാസ സംഘം ആശയത്തിൽ ഇവരൊന്നാണ്, മനസ്സിലായ? ഗുരു പറഞ്ഞിരിക്കുന്ന വാക്കിനെ തെറ്റിച്ച് ആര് പറഞ്ഞാലും അവര് വെളിയില്ല, അല്ലാതെ വേറെ അല്ല. ഇതെന്നും ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ ഇവര് പെട്ടു. ബുദ്ധിയും കഴിവുള്ളവർ വന്ന് ഇതിനെ തെറ്റിച്ച് ഇല്ലാതെയാക്കി കളയും.